എൻ്റെ കയ്യിലാകെ $8 ഉള്ളൂ. ഒരു കുറച്ച് നേരത്തേക്ക് ഐ വാസ് സോ വെറി ഫ്രസ്ട്രേറ്റഡ്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ തോളത്ത് വന്ന് പുറകിൽ കൂടെ വന്ന് തോളത്ത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വിവരമേ ഞങ്ങൾ അറിഞ്ഞുള്ളൂ ഇങ്ങനെ അസാസിനേറ്റ് ചെയ്തു. എന്നാൽ റോബർട്ട് കെന്നഡിയെ അസാസിനേറ്റ് ചെയ്ത് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രേസ് വോയിസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അമേരിക്ക എന്നും പുതിയ ആശയങ്ങളും കണ്ടെത്തലുകളും ബിസിനസ് രീതികളും ഒക്കെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യവും കൂടാണ്. അപ്പോൾ ഈ രാജ്യത്ത് 57 വർഷം ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അതൊരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ അമേരിക്കയെ സാറിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ അഭിമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ 1968 ഇവിടെ എത്തി അല്ലേ? അതെ. ഏത് വാട്ട് ഏജ്? 26-ാമത്തെ വയസ്സിൽ. ഓക്കെ. അപ്പൊ ഇവിടെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നാണെങ്കിൽ പോലും വരാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അന്നത്തെ കാലം കുറെ കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നോ അതോ? അന്ന് എല്ലാം ഒരു ദൈവം ഒരു വഴിയൊരുക്കി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ആത്മസുഹൃത്തുണ്ടായിരുന്നു. നാട്ടിൽ പഠിക്കുന്ന ഞാൻ ചെന്നൈയില് പഠിച്ചത്. അദ്ദേഹം 1965 സാൻ ഫ്രാൻസിസ്കോയിൽ വന്നു. ഓക്കെ. അപ്പം 67 അവസാനം അദ്ദേഹം എനിക്ക് ഒരെഴുത്തെഴുതി, ഫർദർ സ്റ്റഡിക്ക് താല്പര്യമുണ്ടോ വരുവാനും. അപ്പം ഞാൻ അതിൻ്റെ താല്പര്യം കാണിച്ച് എഴുതി. ഒരു 68 മിഡിലായപ്പോഴത്തേക്ക് ഒരു ജൂൺ മാസമായപ്പോൾ എനിക്ക് കാലിഫോർണിയയിലെ അസൂസ പസഫിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോമും അയച്ചു തന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ PT മാമൻ ഫ്രം സാൻ ഫ്രാൻസിസ്കോ റെഫർ ചെയ്തിട്ടാണ് അയച്ചു തരുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇത് ഫില്ല് ചെയ്ത് അയച്ചാൽ അഡ്മിഷൻ തരാണ്. കോളേജ് 3 വർഷത്തെ കംപ്ലീറ്റ് സ്കോളർഷിപ്പ് ഗ്രാൻറ്റ് ചെയ്തു. I-20 ഫോം ഫില്ല് ചെയ്തു, എനിക്ക് അയച്ചു. അതുകൊണ്ട് ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് അപ്ലൈ? അതെ. കൗൺസിലേറ്റ് ജനറൽ ഇന്റർവ്യൂവിന് വിളിച്ചു, ഞങ്ങളിരുന്ന് സംസാരിച്ചു. എന്നാൽ അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ ദൈവം ഒരിക്കലൊരു വഴിയെന്ന് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഹി വാസ് സോ ഫ്രണ്ട്ലി. ഒരു ബോസ് എന്നുള്ള നിലയിലല്ല എന്നോട് സംസാരിച്ചത്. എന്നോട് പറഞ്ഞു, ഈ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നടത്ത് ചെന്നൈയിലെ ബൈബിൾ കോളേജിലെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പോൾ ഒന്ന് കോളേജൊക്കെ നോക്കി, എനിക്കറിയാം, ഞാൻ കാലിഫോർണിയയിൽ ജനിച്ചു വളർന്നതാണ്. അവിടുത്തെ ക്ലൈമറ്റും വെതറും അവിടുത്തെ എല്ലാം എന്നെ വിസ്തരിച്ച് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ഫ്രണ്ടിൻ്റെ സജഷനോട് കൂടെ വിസ അടിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഇന്നൊക്കെ ഇവിടെ വലിയ സ്ക്രൂട്ടിനിയാ, ഇന്റർവ്യൂ ആണ്, വലിയ സീരിയസ് ആയിട്ടുള്ള, വളരെ സംശയത്തോടെയാണ് നമ്മളെയൊക്കെ കാണുന്നത് തന്നെ. അന്നത്തെ ഫ്ലൈറ്റുകൾ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് TWA ട്രാൻസ് വേൾഡ് എയർലൈൻസ്, മറ്റേ പാനാം. എന്നാൽ കൽക്കട്ടയിൽ നിന്ന് അത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. എന്നാൽ അവിടെ എൻ്റെ ഒരു നെയ്ബറിൻ്റെ ഒരു ഫ്രണ്ടിനെ, എനിക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹം അവിടെ കാത്തേ പസഫിക് എയർലൈൻസിൻ്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ സൺഡേ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അവിടെ വെച്ച് കാണാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ടിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഭാരപ്പെടണം. അതെല്ലാം ഞാൻ ശരിയാക്കി. അങ്ങനെ അദ്ദേഹം കാത്തേ പസഫിക്കിൽ എനിക്ക് ബുക്ക് ചെയ്തു. അതൊരു ലോങ് റൂട്ടായിരുന്നു. കൽക്കട്ട ടു ഹോങ്കോങ്, ഹോങ്കോങ് ടു ടോക്കിയോ, ടോക്കിയോ ടു ഹോണലൂലു, ഹോണലൂലു ടു LA. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി, അതുകൂടെ പറയണമല്ലോ. അപ്പോൾ ഹോങ്കോങ്ങിലും ടോക്കിയോയിലും എനിക്ക് ഓരോ ദിവസം താമസിക്കണം അടുത്ത ഫ്ലൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഹോങ്കോങ്ങിൽ ഞാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞാൻ അവിടുത്തെ മെനു ഒക്കെ എടുത്തു നോക്കി. എന്നെ നോക്കി ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് റൂം സർവീസായിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പം എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം ചെക്കൗട്ട് ചെയ്തിട്ട് എയർപോർട്ടിൽ പോകേണ്ട സമയമായി. ഞാൻ ബാഗും എല്ലാം എടുത്തുകൊണ്ട് കൗണ്ടറിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട്
എല്ലാം നോക്കിയപ്പോൾ ഞാൻ $12 അവർക്ക് കൊടുക്കണം. ഹോട്ടലെല്ലാം ഫ്രീ ആണെന്നാണല്ലോ പറഞ്ഞത്. അതെ, പക്ഷേ റൂം സർവീസ് നോട്ട് ഇൻക്ലൂഡഡ്. ആകെപ്പാടെ അന്ന് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് അലവ് ചെയ്യുന്നത് $8. ഇന്ത്യയിലാകെ $8 ഉള്ളൂ. ഒരു കുറച്ച് നേരത്തേക്ക് ഐ വാസ് സോ വെറിഡ്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ തോളത്ത് വന്ന് പുറകിൽ കൂടെ വന്ന് തോളത്ത് കിട്ടി. എന്താ പറ്റി, എന്താ ചെക്കൗട്ട് കഴിഞ്ഞോ ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാത്തേ പസഫിക്കിന്റെ ജനറൽ മാനേജറാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത നാള്. ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ തലേ ദിവസം ഹോങ്കോങ്ങിൽ വന്നതാ, ഇവിടെ എനിക്ക് ഒരു കോൺഫറൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് ടോക്കിയോയിൽ പോകണം, അവിടെ ഒരു കോൺഫറൻസ് ഉണ്ട്. എന്താ? ഞാൻ പറഞ്ഞു, ഇന്നതാണ് ചാൽ. റെസ്റ്റോറൻറ്റ് വന്ന് ആഹാരം കഴിക്കാമായിരുന്നു ഫ്രീ ആയിട്ട്, റൂം സർവീസ് ചെയ്തുകൊണ്ട്. എത്ര $? $12. ഞാൻ പറഞ്ഞു, എനിക്ക് ആ പട $8 ഉള്ളൂ എൻ്റെ കയ്യിൽ, വറി ചെയ്യണ്ട. അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നോളാം, ചെക്കൗട്ട് ചെയ്തോളാം പറഞ്ഞു. ഐ തിങ്ക് ദാറ്റ് ഈസ് ദൈവത്തിൻ്റെ വലിയൊരു കരുതലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ ടോക്കിയോയിൽ കൊണ്ടുപോയി. അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ എന്നെ ടോക്കിയോയിൽ ഒരു ദിവസം താമസിപ്പിച്ച് അവിടുത്തെ സ്പീഡ് ട്രെയിനിലൊക്കെ കയറ്റി അവിടെ ഒരു ദിവസം കാണിച്ചിട്ട് പിറ്റേ ദിവസം അദ്ദേഹം തന്നെ എന്നെ എയർപോർട്ടിൽ ജപ്പാൻ എയർലൈൻസിൽ കയറ്റി LAക്ക് അയച്ചു. അവരുടെ സ്റ്റോപ്പ് ഓവർ ഹോണലൂരിലായിരുന്നു. ഹോണലൂരിൽ സ്റ്റോപ്പ് ചെയ്ത് 6 മണിക്കൂർ കഴിഞ്ഞ് LAയിൽ സുഖകരമായിട്ട് എത്തി. സോ ആ ഹോങ്കോങ്ങിലെ എക്സ്പീരിയൻസ് ഐ നെവർ ഫോർഗെറ്റ്. വലിയൊരു മിറക്കിളാണ്, സംശയമില്ല. അതും മറ്റൊരു രാജ്യത്ത് വെച്ച് ഒരു ഹോട്ടലിലെ കൗണ്ടറിൽ വെച്ച് കാണുക എന്നൊക്കെ പറയുന്നത്. അന്നേരം അദ്ദേഹത്തിന് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല, LAയിൽ വന്നിറങ്ങി. അതെ. അപ്പം LA എന്ന അത്ഭുതം എങ്ങനെ ഉൾക്കൊണ്ടു? LAയിലെ അത്ഭുതം, ഞാൻ പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് സന്ധ്യയായി. അപ്പം നല്ല ലൈറ്റ്, ഭയങ്കരമായ പ്രകാശത്തോടു കൂടെ. ഞാൻ ആദ്യമായിട്ടാ പ്ലെയിനിൽ വരുന്നതും ആദ്യമായിട്ടാണ് ഇതുപോലുള്ള വലിയൊരു സിറ്റിയിലും. ഞാൻ ഓർത്ത് എവിടോട്ടായി പോകുന്നത്. ആ ഏരിയ മുഴുവൻ ലൈറ്റ് കൊണ്ട്, പ്രകാശം കൊണ്ട് നിറഞ്ഞ ഒരു വലിയൊരു ലൈറ്റിന്റെ ഓഷനിലേക്ക് ഇറങ്ങുകയാണോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ഒരു പാരഡൈസ് ഫീലിംഗ്. അതെ. അവിടെ ലാൻഡ് ചെയ്ത ഉടനെ അവിടെ അനൗൺസ് ചെയ്തു, PV ജോണിനെ വെയിറ്റ് ചെയ്ത് ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ആ വ്യക്തി മിസ്റ്റർ ഹവാർഡ് കാർഡും പിടിച്ചുകൊണ്ട്, PV ജോൺ എന്നുള്ള പ്ലാക്കാർഡും പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ചെക്കൗട്ട് കഴിഞ്ഞു. ചെക്കൗട്ടിന് നമ്മുടെ അത് സാധനമൊന്നുമില്ലല്ലോ, ആവശ്യമായിട്ടുള്ള ക്ലോത്ത് മാത്രം കൊണ്ടുവന്നു. സോ എവറിത്തിങ് വാസ് സോ ഈസി ആൻഡ് ബ്ലെസ്ഡ് വൺ. എന്നെ കൊണ്ടുപോയ ഈ ഹോസ്റ്റ് ഫാമിലി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വൈകുന്നേരത്തെ ആഹാരമൊക്കെ നൽകി തന്നു. ഞാൻ ഡോർമെറ്ററിയിലാണ് താമസിക്കുന്നത്. അപ്പം ഡോർമെറ്ററി നമ്മുടെ ഷീറ്റ്, പില്ലോ കേസ്, അങ്ങനെയെല്ലാം നമ്മൾ പില്ലോയൊക്കെ കൊണ്ടുപോകണം. അതെല്ലാം ഇവർ എനിക്ക് വേണ്ടി ഒരുക്കി. ഒരുക്കി എന്നെ പിറ്റേ ദിവസം ഒരു നൈറ്റ് അവിടെ താമസിപ്പിച്ചിട്ട്, നൈറ്റിൽ തന്നെ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മാതാപിതാക്കന്മാർ ചെയ്യുന്ന പോലെ I firmly believe this is God's provision. ഒരു മാതാപിതാക്കന്മാർ കരുതുന്ന പോലെ എന്നെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി അവർ തന്നെ ഷീറ്റെല്ലാം വിരിച്ച് പില്ലോ എല്ലാം വെച്ച് എന്നെ കൊണ്ട് ഒരു വലിയൊരു കോംപ്ലക്സ് ആണ് ഞങ്ങളുടെ ഡോർമിറ്ററി. അതെല്ലാം കൊണ്ട് നടന്ന് കാണിച്ച് സ്വീകരിച്ച് സൽക്കരിച്ചു അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അപ്പോൾ കണ്ട ലോസ് ആഞ്ചലസ് എങ്ങനെയായിരുന്നു? നമ്മള് നാട്ടിൽ വെച്ച് പ്രതീക്ഷിച്ച പോലുള്ളൊരു സ്ഥലമായിരുന്നു? അതിലപ്പുറമായിരുന്നു. എന്നാൽ ഞാൻ ആളുകളുമായിട്ട് ഇടപെട്ടിടത്തോളം ദേ ആർ വെരി ഫ്രണ്ട്ലി. ഞാനൊരു അപരിചിതനാണെങ്കിൽ ഒരു പരിചിതനെ പോലെ എന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അവരെല്ലാം പോയി കഴിയുമ്പോൾ ഒരു ഹോം സിക്ക് ഒക്കെ ഉണ്ടാകും. വീട്ടിൽ നിന്ന് അപ്പച്ചനെ അമ്മച്ചൊക്കെ വിട്ടിട്ട് വന്നതല്ലേ. എന്നാൽ ഇവർ വന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു കംഫർട്ട്. വേറൊരു ബ്ലെസ്സിങ് ദൈവം തന്നത്, അവിടെ അടുത്ത് തന്നെ 37 വർഷം ഇന്ത്യയിൽ മിഷണറി ആയി വർക്ക് ചെയ്ത ലാൻഡ്രി എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. വീക്കെൻഡ് വരുമ്പോൾ ഇവർ വന്ന് എന്നെ
കോളേജ് പിടിച്ചുകൊണ്ട് പോയി ചർച്ചിൽ കൊണ്ടുപോകും. ഓക്കെ. എന്നിട്ട് അവരുടെ വീട്ടിൽ നിനക്ക് ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബിരിയാണി, ഇത് ഇന്ത്യയിലെ ചട്നികൾ ഇതെല്ലാം ഉണ്ടാക്കി ആഹാരം കഴിച്ചിട്ട് എന്നെ കൊണ്ടുവിടും. അപ്പം ഞാൻ ഇങ്ങോട്ട് കല്യാണത്തിന് വരുന്നതിന് മുമ്പായിട്ട് എന്നെ പ്രാർത്ഥിച്ച് എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്ന് ഒരു ഗ്രാൻഡ് പായുടെ ഫീലിങ്ങിൽ, അവർക്ക് അന്നേരിച്ച് റിട്ടയർഡായി, ഞാൻ അന്നായിരിക്കുമ്പോൾ തന്നെ 75 years ഉണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു 1.5 വർഷത്തെ ലൈഫായിരുന്നു എനിക്ക് ആ ക്യാമ്പസിൽ. എല്ലയുടെ ഒരു സബർബാണ് അസൂസ എന്ന് പറയുന്നത്, സ്ഥലത്തിന്റെ പേരാ. അന്നത്തെ അമേരിക്കയും ഇറ്റ്സ് അൺബിലീവബിൾ. സിൻസിയർ പീപ്പിൾ, രണ്ട് സത്യസന്ധത. അന്ന് നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കടകളുടെ മുൻപിലും റെസ്റ്റോറൻറ്റ് മുൻപിലും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുക. നമുക്ക് 25 cent ഇട്ടിട്ട് ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് പോകാം. കോക്കും ഒക്കെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, നമുക്ക് എടുക്കാം. 5 cent ഉള്ള ഒരു കോക്ക് ഇതെടുക്കാനായിട്ട്. ആരും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ടോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. വയലൻസ് എന്ന് പറയുന്ന അവിടെ കേൾക്കാനേ ഇല്ലായിരുന്നു. കെന്നഡിയുടെ ഭരണം തുടങ്ങി വിയറ്റ്നാം വാർ ശക്തമായിട്ട് വന്നു. എന്നാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് അതിൻ്റെ പീക്കിലായിരുന്നു. അതുകൊണ്ട് കോളേജ് ക്യാമ്പസിലെ സ്റ്റുഡൻസുകൾ ആൻറ്റി വാർ ഡെമോൺസ്ട്രേഷൻ രാജ്യത്തൊട്ടാകെ നടത്തിയിരുന്നു. 1968 മാർട്ടിൻ ലൂതർ കിങ്ങിനെ അസാസിനേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കോളേജിലുണ്ട്. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ ഒരു കാര്യം നടന്നു, അത് നല്ലൊരു സംഭവമാണ്. അവിടെ ഉണ്ടായിരുന്നായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻ സ്റ്റുഡൻസ് കുറച്ച് പേര്, എല്ലാവരും പറയാൻ പറ്റില്ല, കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകാനൊക്കെ ബൈക്കിൽ പോകും. അപ്പോൾ ബൈക്ക് സ്റ്റാൻഡിൻ്റെ അവിടെ വെക്കും. നിങ്ങളുടെ ഗാന്ധിയുടെ കൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് നോൺ വയലൻസ് ആയത്. ഇവരോട് വയലൻസ് ആയിരുന്നു വേണ്ടത്, നോൺ വയലൻസ് അല്ലായിരുന്നു. അദ്ദേഹം ആ സൈക്കിൾ എടുത്ത് 3-4 പേര് കൂടി അടി ഓടിച്ച് ആശു കൊണ്ടെറിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ അതൊഴിച്ച് ക്യാമ്പസിൽ അങ്ങ് ക്യാമ്പസ് വലിയ ലാണായിരുന്നില്ല. എന്നാൽ സൗത്ത് LA കംപ്ലീറ്റ്ലി ബാൻഡ് ഔട്ട്. അത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വർഷങ്ങളെടുത്തു. 2 മാസത്തെ ഇടവിലാണ് അസാസിനേഷൻ നടക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിനെ അസാസിനേറ്റ് ചെയ്തതിന് ശേഷം മാർച്ചിലെ ജൂൺ മാസത്തിൽ റോബർട്ട് കെന്നഡിയെ 1968 വന്ന വർഷം തന്നെ. അപ്പം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വിവരമേ ഞങ്ങൾ അറിഞ്ഞുള്ളൂ ഇങ്ങനെ അസാസിനേറ്റ് ചെയ്തു. എന്നാൽ റോബർട്ട് കെന്നഡിയെ അസാസിനേറ്റ് ചെയ്ത് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാലിഫോർണിയയിൽ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റായിട്ട് റോബർട്ട് കെന്നഡിയെ അവർ ഇലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഈ വിക്ടറി സ്പീച്ച് വലിയൊരു ഗ്രൂപ്പ് കൂടിയിരിക്കും. അപ്പം എല്ലാ ന്യൂസ് പീപ്പിളും ഉണ്ട്, എല്ലാ ക്യാമറയും എല്ലാവരും ഉണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാൾവേയിൽ കൂടെ അദ്ദേഹം സ്റ്റേജിലോട്ട് നടന്നു പോകുമ്പോൾ നേരെ മുന്നിൽ നിന്നാണ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഏതാണ്ട് ഒരു അതേ സ്റ്റൈൽ. അതെ, നേരെ ഓപ്പോസിറ്റ് വന്നു. അദ്ദേഹം ഒരു പാലസ്റ്റീനിയനായിരുന്നു. അപ്പം റോബർട്ട് കെന്നഡിയുടെ മെസ്സേജിൽ അദ്ദേഹം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇന്നത് റീസൺ കൊണ്ടാണ് എന്ന്. എന്നാൽ അദ്ദേഹത്തെ സെൻറ്റൻസ് ചെയ്തത് ലൈഫ് ലോങ് പ്രിസൺ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കാലിഫോർണിയ ജയിലിലുണ്ട്. കാലിഫോർണിയ എന്നൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഞാൻ വർഷങ്ങളായിട്ട് നാട്ടിൽ തന്നെ ആയിരുന്നല്ലോ, സിനിമ ഫീൽഡാണ് ഹോളിവുഡ്. അതെ, ഹോളിവുഡ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ, MGM സ്റ്റുഡിയോ, അതൊക്കെ അന്നും ഉണ്ടായിരുന്നു അല്ലേ? അന്നൊക്കെ അന്നും ഉണ്ടായിരുന്നു, എല്ലാം ആക്റ്റീവായിട്ട് സിനിമ ഫീൽഡ് അവിടെ തന്നെ ആയിരുന്നു. അതെ, അന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒരു വിസിറ്റേഴ്സിന്റെ അട്രാക്ഷൻ ആയിരുന്നു. അപ്പം ഞങ്ങളെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഏത് വിധത്തിലാണ് സിനിമ എടുക്കുന്നത്. അപ്പം അന്ന് എടുത്ത ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇല്ല, ഷൂട്ടിംഗ് എടുത്തില്ല. എന്നാൽ എവിടെ വെച്ചാ ഷൂട്ടിംഗ് നടന്നത്, എങ്ങനെയാണെന്ന് അത് ഞാനൊന്ന് പോയപ്പോഴും അതുപോലെ തന്നെ ഈ ഫേമസ് ആയിട്ടുള്ള ഫിലിമിന്റെ ഷൂട്ടിംഗ് ഓരോ ഷോട്ട് എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത് കാണിച്ച് മനസ്സിലാക്കി. എന്നാൽ അന്ന് ഞങ്ങളെ അതിശയിപ്പിച്ച ഒരു കാര്യം, അതിശയിപ്പിച്ചെന്ന് പറഞ്ഞാൽ കാണണോ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം, ആ സമയത്ത് 10 കമാൻഡ്മെന്റ്സ് ഇറങ്ങിയ സമയമാണ്. അപ്പം 10 കമാൻഡ്മെന്റ്സിലെ 2 കാര്യം, ഒന്ന് ചെങ്കടൽ ഭാഗിക്കുന്നു, അതെങ്ങനെ നടന്നു എന്നുള്ളത്, അത് ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. ആ ചെങ്കടൽ എങ്ങനെ ഭാഗിക്കുന്നു എന്നുള്ളത്
ഞങ്ങളെ കാണിച്ചു. അപ്പം ഞാനതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കേട്ടത് ഈ നയാഗ്ര വാട്ടർഫോൾസിന്റെ ഈ ഫോൾ വെച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. അല്ല, ഇവര് എന്നെ ഞങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെ ഈ വെള്ളത്തിന്റെ എങ്ങനെ കാണിച്ചു? വെള്ളത്തിന്റെ വലിയൊരു പൂളാണ്. ആ പൂളിന്റെ അകത്ത് ഈ അവരുടെ ഏതോ ഒരു ആർട്ടിഫിഷ്യൽ സീ ത്രൂ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, വാൾ പോലെ ഉണ്ട്. അത് എവിടെ ഒരു സ്വിച്ച് വെക്കുമ്പോൾ ഇതിങ്ങനെ പോയി ഇങ്ങനെ രണ്ടായിട്ട് അങ്ങ് മാറും. വെള്ളത്തെ രണ്ട് സൈഡിലായിട്ട് നിർത്തും. അപ്പൊ വെള്ളത്തെ രണ്ട് സൈഡിൽ വെള്ളമുണ്ട്, അപ്പൊ ഈ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റിയ വെള്ളത്തിന്റെ കളറാ. അപ്പൊ വെള്ളം പോലെ ഇരിക്കും. അപ്പൊ ഞങ്ങളെ കാണിച്ചത് ആ ബട്ടൺ അവിടെ ഞെക്കുമ്പോൾ ഈ സ്ക്രീനായിട്ടുള്ളത് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് മാറും. ഇങ്ങനെ അങ്ങ് മാറുമ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങളെ കാണിച്ചത് എങ്ങനെ എടുത്തെന്നറിയില്ല. ഭയങ്കര എഫക്റ്റ് ആയിരുന്നു അന്നത്തെ ഒരു ക്ലാസിക് സിനിമ. അതെ അതെ, അന്നത്തെ മോസസ്. അതൊക്കെ ചിലപ്പോ ഇപ്പോഴും കാണുമായിരിക്കും അവിടെ. ഉണ്ട്, മിക്കവാറും യൂണിവേഴ്സിറ്റിയിലായിരുന്നു അത്, യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ. അപ്പം കല്യാണം അതിന്റെ സാഹചര്യങ്ങളൊക്കെ എന്തായിരുന്നു? കല്യാണം തന്നെ 68 വന്നു, 69 കല്യാണമായിരുന്നു. 69 ഡള്ളസിലേക്ക് അല്ലെങ്കിൽ ടെക്സസിലേക്ക് മൂവ് ചെയ്യാൻ കാര്യം എൻ്റെ വിവാഹം മുഖാന്തരമാണ്. ശരി. അന്ന് നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വിടുമ്പോൾ വലിയ പേടിയാ, അമേരിക്കക്കാരെ കല്യാണം കഴിച്ചു വരുന്നു. അപ്പൊ അപ്പച്ചനും അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പച്ചൻ എന്നോട് തീർത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ എൻ്റെ ചില കസിൻസ് എന്നെ സൂചിപ്പിച്ചു. ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരെ അല്ലാതെ മലയാളികളെ അല്ലാതെ ആരെയും വിവാഹം കഴിക്കില്ല, നിങ്ങളതിനെക്കുറിച്ച് പേടിക്കണ്ട. എൻ്റെ വൈഫ് ഒരു നേഴ്സായിരുന്നു, ബേബിച്ചാൻ്റെ വൈഫ് ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ റിച്ചി ഹോഗ് എന്ന് പറയുന്ന പെർക്കിൻ സ്കൂൾ ഓഫ് തിയോളജിയുടെ ഹെഡ് ബേബിച്ചാനോട് ചോദിച്ചു, നിന്റെ വൈഫ് നേഴ്സാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഒരു ജോലി അന്വേഷിച്ചുകൂടാ, എന്തായാലും മനുഷ്യർ കിട്ടുമെന്നുണ്ട് നോക്കാം. അപ്പം അദ്ദേഹം പാർക്കനിലെ അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വൈഫുണ്ട്, ഇന്ത്യയിൽ നിന്ന് വന്നതാ, നേഴ്സാണ്, നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഹയർ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടെ ഹയർ ചെയ്തു. എന്നിട്ട് ബേച്ചാനെ അമ്മണിയുടെ ആങ്ങള അമ്മണിയെ വിളിച്ച് ബോംബെയിലായിരുന്നു, വിളിച്ചു പറഞ്ഞു, വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യം ഒന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ശരിയാക്കാം. അപ്പോൾ അങ്ങനെ പാർക്കലിൻ്റെ വിളിച്ചു പറഞ്ഞ് അമ്മണിക്ക് അവിടെ അഡ്മിഷൻ ശരിയായി. അമ്മണി 1968 ജനുവരിയിലാണ് വരുന്നത്. ഞങ്ങൾ തമ്മിലൊന്നും അറിയില്ല, കണ്ടിട്ടുമില്ല, അറിയുമൊന്നുമില്ല. അപ്പോൾ C.A. തോമസ് എന്നോട് ബേച്ചാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ സിസ്റ്റർ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ആരെങ്കിലും കോളേജിൽ പഠിക്കാൻ വന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു ആലോചന നന്നായിരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ പഠിക്കാൻ വന്ന PV ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. PV ജോർജും ഞാനും കൂടെ, അദ്ദേഹമായിരുന്നു എൻ്റെ ബെസ്റ്റ് മാൻ. അദ്ദേഹം ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്നു. അന്ന് മലയാളികൾ 8-10 പേര് കഷ്ടിച്ചാൽ. ഡോക്ടർ റിച്ചി ഹോഗ് ജബൽപൂർ സെമിനാരിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ മാരാമൺ കൺവെൻഷന് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ തിരുമേനിയുടെ ഉറ്റ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് സഭയെപ്പറ്റി എല്ലാം അറിയാവുന്ന നാട്ടിലെ ഒരു കല്യാണത്തിന്റെ ഒരു ലിറ്റാർജി ഷോർട്ടായിട്ട് അദ്ദേഹം എഴുതി ഉണ്ടാക്കി. അദ്ദേഹം എഴുതി ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് മിന്നു വരുത്തി. അപ്പം മിന്നു കെട്ടുന്നതിന് അദ്ദേഹം മിന്നെന്ന് പറഞ്ഞ് മിന്നു കെട്ടിച്ച് മന്ത്രകോടി ഇടിച്ച് നമ്മുടെ നാട്ടിലെ കല്യാണം ഡോക്ടർ ഹോഗ് നടത്തി. ഞങ്ങൾക്ക് വലിയ പാർട്ടി ഇല്ലായിരുന്നു, കേക്കും പഞ്ചയും ഉള്ളായിരുന്നു. അത് ഇപ്പം ഡാലസിലെ ആദ്യത്തെ മാർത്തോമ കല്യാണം എന്ന് വിളിക്കാം. ആദ്യത്തെ മാർത്തോമ കല്യാണം. അപ്പൊ ആദ്യകാല ജീവിതത്തിന്റെ ഒരു എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മകളുണ്ടോ? അതെ, അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. അതിന്റെ കോളേജിലെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞ് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട്. അന്ന് അമ്മണിക്ക് കിട്ടുന്ന ഒരു മാസം $220 എവറി 2 വീക്സ്. അപ്പം അതിന്റെ നാട്ടിൽ നിന്ന് വന്നതിന്റെ ട്രാവൽ ഫെയർ അവരാ കൊടുത്ത് ഹോസ്പിറ്റൽ. അപ്പം അത് അതിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പം ബാക്കിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കഴിയേണ്ടത്. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഇവിടെ വന്നും കോളേജിൽ സൈനപ്പ് ചെയ്ത് കോളേജിൽ പോകാനായിട്ട്. അപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഞങ്ങളുടെ പ്ലേസ്മെന്റ് ഓഫീസർ എന്നോട് പറഞ്ഞു,
ഒരു ജോലിയുണ്ട്. പക്ഷെ ഇവിടുന്ന് 16 or 18 മൈൽസ് ദൂരെയാണ്. വിറ്റിയർ എന്ന് പറയും, നമ്മുടെ പ്രസിഡന്റ് നിക്സന്റെ ജന്മസ്ഥലമാണ്. അവിടെ ഒരു ജോലിയുണ്ട്, നല്ലൊരു ജോലിയാണ്, താല്പര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. പറഞ്ഞു വൺസ് ഇൻ എ വൈൽ ഞാൻ തരാം, പിന്നെ ആരെങ്കിലും ഫ്രണ്ടൊക്കെ തരും. അപ്പം ഞാൻ എൻ്റെ 2-3 ഫ്രണ്ടിനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ജോലി കിട്ടി, ഒരു റൈഡ് ആവശ്യമെങ്കിൽ തരുമോ? അമേരിക്കൻ ഫ്രണ്ട് കേട്ടോ, എന്നാൽ ഇന്ത്യക്കാർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ജോലി കിട്ടി 2-3-4 ദിവസം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൈഡ് കിട്ടി. 5ാമത്തെ ദിവസം എനിക്ക് അങ്ങോട്ട് റൈഡ് കിട്ടി. അപ്പം അങ്ങോട്ട് റൈഡ് കിട്ടി. അപ്പം എൻ്റെ 8 to 4 ആണ് എൻ്റെ ഇത്. ആ 8 to 4 കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാനായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ടെലിഫോൺ നമ്പർ ഞാൻ വിളിച്ചു, ആൻസർ ഒന്നുമില്ല. ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം, ഹൗ ലോങ് യു ഗോയിങ് ടു സിറ്റ് ഹിയർ? ഞാൻ ആ കോക്കും പൈക്ക് പിടിച്ചോണ്ട് നടന്നു. അപ്പം കാറേ വന്ന വഴിയുടെ ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. 18 മൈൽ ഞാൻ നടന്ന് ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നു. അപ്പം അന്ന് ഇറ്റ് വാസ് ടഫ്. ഞാൻ പറയാൻ വന്ന അതെങ്ങനെ എൻ്റെ കല്യാണ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു പറയാനാ വരുന്നത്. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കാറില്ല. ഞങ്ങളെ ഒരു സിമ്പിൾ ഒരു വീട്ടുകാരെ അവരുടെ ബാക്കിലുള്ള ഒരു റൂം റെന്റിന് കൊടുത്തേക്കുന്നിടത്ത് $85 പെർ മന്ത് ഞങ്ങളവിടെ താമസിച്ചു. താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ഗ്രോസറിക്ക് പോകാൻ 3 ബ്ലോക്ക് നടക്കണം. അപ്പം ഞങ്ങൾ പോയി. അന്ന് പ്ലാസ്റ്റിക് ബാഗില്ല, ബ്രൗൺ ബാഗാണ്. അത് ഞങ്ങൾക്ക് യാത്ര ഉള്ളേ, 2 പേരും പോയി മേടിക്കും, വീട്ടിൽ വരും. ഒരു ദിവസം മഴ മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് മഴ പെയ്തു. മഴ പെയ്തില്ല, ചാറി. കടലാസ് ബാഗല്ലേ, അത് നനഞ്ഞ് എല്ലാം പൊട്ടി വെള്ളം പോകും. ഞങ്ങൾ 2 പേരും കൂടെ അതെല്ലാം പെറുക്കി ഒരു തുണിയുടെ അകത്തിട്ട് കെട്ടിക്കൊണ്ടു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി ഇതിന് നേരത്തെ ഒരു ട്രെയിനിങ് തന്നായിരുന്നു നടക്കാൻ. അന്ന് ഞാൻ 18 മൈലാണ് നടന്നു. അന്ന് 18 മൈൽ നടന്നു. ഇന്നിപ്പോൾ നമുക്ക് എന്നോ നടക്കണം 3 ബ്ലോക്ക് നടന്നാൽ പോലെ. രണ്ടാമത് എനിക്കത് കഴിഞ്ഞ സമ്മർ ജോലി കിട്ടാം. ഞാൻ ഡൗൺ ടൗണിൽ നിന്നൊരു 4-5 മൈൽ ദൂരെയാണ് താമസിക്കുന്നത്. അവിടെ ഡൗൺ ടൗണിൽ എനിക്കൊരു ജോലി കിട്ടി. എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്ത് ആരുമില്ല, നമുക്കൊരു റൈഡ് ചോദിക്കാം. അതായത് 2 മാസം നടന്നു പോയി ജോലി ചെയ്തു. $2.50 1 മണിക്കൂർ. അന്നത് വലിയ എമൗണ്ടാവും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ കഴിഞ്ഞാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കാർ മേടിച്ചു. സെക്കൻഡ് ഹാൻഡ് അല്ല, പുതുത് തന്നെ. 8 സിലിണ്ടർ 4 ഡോർ ഷെവി നോവ വിത്ത് എയർ കണ്ടീഷൻ. $2,600. അങ്ങനെ $2,600 ലോൺ ആദ്യത്തെ കാർ മേടിച്ചു. അമ്മണി പ്രഗ്നൻ്റായി. അപ്പം 1971 പകുതി ആയപ്പോഴത്തേക്ക് അപ്പം അപ്പാർട്ട്മെൻറ്റ് സ്ഥലമില്ല. അപ്പം കുഞ്ഞായി. എല്ലാം കൂടി ഒരു റൂമേ ഉള്ളൂ. ലിവിംഗ് എന്ന് പറയാനും ബെഡ്റൂം എന്ന് പറയാനും പിന്നെ കിച്ചൺ എന്ന് പറയുന്ന എല്ലാം കൂടി ചേർന്ന് ദൈവം പ്രാർത്ഥിക്കുന്നത് എവിടെയെങ്കിലും ഒരു സൗകര്യമായിട്ടൊന്ന് എടുക്കണം. വലിയ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പോയാലും ഭേദമാകും. എനിവേ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഒരു സെയിൽ കണ്ടു, ചെറിയൊരു വീട്. സെയിൽ ഞാൻ പറയും നമുക്കിതൊന്ന് വിളിച്ചു നോക്കാം. റിയൽ എസ്റ്റേറ്റ് ആരൊന്നും വേണ്ട, നമുക്ക് തന്നെ ഒന്ന് വിളിച്ചു നോക്കി. അവരോട് ചോദിച്ചപ്പോൾ അത് ക്രാഫ്റ്റ് കമ്പനിക്കാരുടെ ഒരു എംപ്ലോയിയുടെ വീട്. അവൻ്റെ ട്രാൻസ്ഫറായി ഷിക്കാഗോയ്ക്ക്. അതുകൊണ്ട് കമ്പനിയെ എടുത്ത് ഇത് വിൽക്കാൻ പോവാം. അവർക്ക് എങ്ങനെയാലും അത് കൊടുത്താൽ മതിയായിരുന്നു. എവിടെയെങ്കിലും പോയിട്ട് അതെ, അല്ലെ അവർ പേ ചെയ്തോണ്ടിരിക്കണം. സോ ദേ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ദൈവം ആ സമയങ്ങളിലൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ നടന്നു. നമ്മളെ ഒത്തിരി ഉണ്ടായിട്ടല്ല, ഒന്നുമില്ലായിരുന്നു. വാസ്തവത്തിൽ പറഞ്ഞ ഒന്നുമില്ലാതെ തുടങ്ങിയത്. ഇപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് ഏറ്റവും ഒറ്റ പൈസ പോലും ഇല്ല. എനിക്ക് അവർ പാർട്ട് ടൈം ജോലി തന്ന ലൈബ്രറിയിൽ ലൈബ്രറി ബുക്കിൻ്റെ സ്റ്റിക്കർ അടിക്കാനായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. $1 35 സെന്റ് 1 മണിക്കൂർ കിട്ടും. 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റും. എന്തും വേണ്ട ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചു. ബട്ട് ഗോഡ് ഈസ് ഗുഡ്. ഞാൻ അന്ന് മേടിച്ച
റിങ്ങാണ് ഇത് കേട്ടോ, വെഡിങ് റിങ്. അത് ശരി. $35. അത് ശരി. എനിക്ക് അന്നേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. $35 കിട്ടിയ റിങ് ഇപ്പോഴും ഉണ്ട്.